ക്ലിപ്പ് ഇട്ടിരിക്കുന്ന പെട്ടെന്ന് തൂറാൻ വേണ്ടിയാ. പെട്ടെന്ന് വയറ് പുറകില് ടി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. മാനിക്യൂനില്ല മറ്റേ കടകളിലൊക്കെ വെക്കണത്. അത് കണ്ടിട്ട് ആ ഷർട്ട് ഇടുമ്പോ എന്റെ ഇവിടെ ഒക്കെ ചാടി. എനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പ് ഉണ്ടാവുമ്പോ എല്ലാവരും കൂടെ ഉണ്ടാവും, ചിലപ്പോൾ താഴെ ആരും ഉണ്ടാവില്ല. അത് ദാറ്റ്സ് ക്വൈറ്റ് നോർമൽ. ഞാൻ ഒരിക്കലും ഒരാളുടെ അടുത്ത് ഈവൻ പൈസ കൊടുത്താൽ പോലും ഞാൻ തിരിച്ച് വാങ്ങിക്കത്തില്ല. ജസ്റ്റ് ഗിവ് ഇറ്റ്. സിനിമ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രാർത്ഥിക്കും 5 നേരം. സോ സെറ്റിലേക്ക് വരുമ്പോൾ നിസ്കരിച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് വരുന്നത്. ഈവൻ മലയാളത്തിലെ വലിയ ഡയറക്ടേഴ്സൊക്കെ പോലും ഭയങ്കര ബോസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് സിനിമയിൽ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിയുടെ പേര് പോലും എനിക്ക് പറയാനേ ഇല്ല. വെരി സോറി ടു ടെൽ യു. നന്നായി ചോദിച്ചത്. എനിക്ക് സപ്പോർട്ടിംഗ് റോളാണ് ഏറ്റവും താല്പര്യം. ഇത് ഞാൻ പറഞ്ഞു പക്ഷേ ഒരുപാട് സെൻസർ ചെയ്യേണ്ടി വരും. എനിക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ട. കുട്ടികളൊക്കെ വരും എൻ്റെ അടുത്തേക്ക്, ഫോട്ടോ എടുക്കും, എന്നിട്ട് പറയും എൻ്റെ മമ്മി ഭയങ്കര ഫാനാട്ടോ കട. ഞാനൊന്ന് ചാവും. മലയാളത്തിൽ ഏറി കയറാത്ത ഒരാളാ പുള്ളി. അവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കാണ്. വേറെ ആരാ ഏറി കയറാത്തത്? അതെ അതെ. ചേട്ടൻ ആഴ്ചയിൽ 3 ദിവസം കയറലാണ്. എനിക്ക് ഒത്തിരി ഹരാസ്ഡുമായി ഞാൻ അവിടെ. ഹറാസ്മെന്റ് പറയാൻ പാടില്ല ഇപ്പൊ. ഈ ഹറാസ്മെന്റ് ആണ് മേക്കപ്പിലുള്ള വേറൊന്നും അല്ല. ഇനി അത് ഷീലുവിന് ഹറാസ്മെന്റ് എന്ന് പറഞ്ഞ് വരരുത്. പുള്ളിക്കാരി ചോദിച്ചു, ചെമ്മീന്റെ ശീലം വരയ്ക്കാത്തയായിട്ട് നല്ല വെളുത്താണല്ലോ ഇരിക്കുന്നത്. കറുത്തമ്മയായിട്ടും വെളുത്താണല്ലോ ഇരിക്കുന്നത്. സുമേഷ് വിഷമിച്ചിട്ട് കാര്യമില്ല. ഞാൻ ബോഡി ഷേമിങ് ചെയ്യുന്നതല്ല ഞാൻ പറയണത്. ഞാനിത് മാത്രം കട്ടിയിട്ട് തന്നെ ബോഡി ഷേമിങ് ചെയ്യുന്നു പറയുന്നു. പുള്ളിക്കാരി എന്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോ അന്ന് മംഗ്ലീഷില് അത് ഞാൻ ഭയങ്കര സുഖിച്ചു വന്ന് പൈസ ഉള്ളത് കൊണ്ട് വന്ന് ഇങ്ങനെ ഇരിക്കുവല്ല. അത് എല്ലാവരുടെയും തെറ്റിത്താണ്. അതൊക്കെ മാറ്റിക്കോ. ഇനി ആരും നല്ല എന്ന് പറഞ്ഞാലും വെരി സോറി. ഞാൻ ഹാപ്പിയാണ്. ഫേവറേറ്റ് ടൈമാണ് സിനിമ ഇല്ലാണ്ട് വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്. ഞങ്ങൾ വെയിലത്തിറക്കിയത്. എൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്, അത് ഞാൻ ചെയ്യും. കളികൾ അങ്ങനെയൊക്കെയുള്ള കളി എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. ഞാൻ സ്നൂക്കറും ബില്ലിയാർഡ്സ് എന്ന് പറഞ്ഞു. മുട്ടോളം ചോരയിൽ മുങ്ങി നിന്നടിക്കുന്ന മേക്കാട്ടോളം ആൻഡപ്പനും ടീം ബാഡ് ബോയ്സും സ്വാഗതം. 1983 തൊട്ട് ഇന്ന് വരെ 41 വർഷത്തിന് മുകളിലായ സിനിമയിൽ എനിക്ക് 200-നടുത്ത് സിനിമകളുമായി ഈ ഒരു 41 വർഷത്തെ ജേർണി ഒന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്? ഇല്ല, ഒരുപാട് നല്ല സംഭവങ്ങൾ, നല്ല മുഹൂർത്തങ്ങൾ. എൻ്റെ ഒരു ടീനേജർ കാലം തൊട്ട് ഇപ്പം ഇതായി. പിന്നെ കല്യാണം കഴിച്ചു, കൊച്ചായി, അവർ വലുതായി, അവർ കല്യാണം കഴിച്ചു, മക്കള്, പിന്നെ പേരക്കുട്ടിയായി. സോ അതൊക്കെ ഈ ഒരു 41 വർഷത്തിൻ്റെ ഒരു സിനിമ അല്ലാതെ എൻ്റെ മറ്റുള്ള ലൈഫ് എക്സ്പീരിയൻസ്. സിനിമയുടെ ഒരു ജേർണി ഓർക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമയുടെ ജേർണി ഓർക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയാ, ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു. അതൊക്കെ ഒരു കാണുന്നു. ഒരുപാട് വലിയ പ്രൊഡ്യൂസേഴ്സിൻ്റെ കൂടെ. പിന്നെ ഇപ്പം ഇന്നത്തെ ഒരു ജനറേഷൻ പ്രൊഡ്യൂസറാവട്ടെ, ആക്ടേഴ്സ് ആവട്ടെ, ഇവരുടെ കൂടെയൊക്കെ എനിക്കും ഒരു സ്പേസിൽ അഭിനയിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷവും ഒക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. സീരിയസ് ആണ്. റഹ്മാൻ ഫാൻസ് എന്ന് പറഞ്ഞ ഒരുപാട് പേജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിന് സാർ നമ്മുടെ തന്നെ ഇൻ്റർവ്യൂവിന് ഇരുന്നപ്പോൾ നമ്മൾ അത് ചെയ്ത ആങ്കർ സാറാണെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പുള്ളിക്കാരിക്കുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ പുള്ളിക്കാരി സാർ ഓർക്കുന്നുണ്ടാവാൻ സാധ്യതയില്ല. പുള്ളിക്കാരി ഇൻ്റർവ്യൂവിൻ്റെ അകത്തിരുന്നിട്ട് വീഡിയോ കോൾ ചെയ്തു പുള്ളിക്കാരുടെ ആൻറ്റിയെ. അത് അവരുടെ ഒരു ടീനേജ് കാലഘട്ടത്തിലെ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിരുന്നു സാർ. അപ്പം ആ ഒരു ഫാൻസ്, അപ്പം ആ ഒരു സമയത്തെ ഫാൻസിനെയൊക്കെ പിന്നെ ഇതുപോലെ യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടും അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടോ സാറിന്? ഒരിക്കലും സാറ് മറക്കില്ലാത്ത ഇൻസിഡൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പോൾ ഒരുപാട് ഞാൻ പോകുന്നിടത്തും ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ പല ഇൻസിഡൻസ് വരുന്നുണ്ട്. പിന്നെന്താ അധികം വരുന്നത്, എല്ലാവരും കൊച്ചു കുട്ടികളൊക്കെ വരും എൻ്റെ അടുത്തേക്ക്, ഫോട്ടോ എടുക്കും, എന്നിട്ട് പറയും എൻ്റെ മമ്മി ഭയങ്കര ഫാനാട്ടോ കട. ഞാനൊന്ന് ചാവും. എൻ്റെ വൈഫ് ഭയങ്കര വലിയൊരു ഫാനാണ് രാമചേട്ടൻ്റെ. ആരാണ് ഫാൻ അല്ലാത്തത്? അതെ, ആരാണ് ഫാൻ അല്ലാത്തത്? അതെ ചേട്ടാ, ഈ ലൊക്കേഷനിലെ ഫണ്ണ് ഇൻസിഡൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പ്രത്യേകിച്ച് ധ്യാൻ എന്താ പറയട്ടെ, ഈ റഹ്മാൻ സാറ് ചെന്നൈയില് വളരെ സുഖിച്ച് അവിടുത്തെ ഒരു നല്ല AC ക്ലൈമറ്റിലൊക്കെ, എന്ന് പറഞ്ഞാൽ പുറത്തല്ല ഞാൻ പറഞ്ഞത്, അകത്ത് ഉള്ള ആളെ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റിൽ നല്ല ചൂടുള്ള സമയത്തായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. അതാണ് ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് പോലും ചൂടെടുക്കുന്നില്ല എന്ന് പറയുന്നത്. നമ്മൾ അതിലേക്ക് സീസൺഡായി. പിന്നെ രാത്രി ഉറക്കം കളയുക മാത്രമല്ല, മഴയും കൂടി പെയ്പ്പിച്ചിട്ട് അതിൽ കൂടി ഫൈറ്റ് ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് ഇവിടുത്തെ കേരളത്തിലെ എല്ലാ ക്ലൈമറ്റും ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഒക്കെ അനുഭവിച്ച് ആളിപ്പോ സീസൺഡായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതിലാണ് എനിക്ക് സന്തോഷം. കാരണം നമ്മളിവിടെ അനുഭവിക്കുന്ന ചൂടും ഇതൊന്നും അനുഭവിക്കാണ്ട് സുഖിച്ച ആ തെലുങ്കിലും തമിഴിലൊക്കെ പോയി വർക്ക് ചെയ്യാണ് അവിടെ. അപ്പൊ നമ്മുടെ ഇങ്ങോട്ട് വരട്ടെ,
നമ്മുടെ എഴുപുന്നേലുള്ള പുറത്തുള്ള ചൂടും മഴയൊക്കെ കൊള്ളിച്ചിട്ടാണ് ഞങ്ങൾ ഇരുത്തിയേക്കുന്നത് ഇവിടെ. ഇരുത്തേക്കുന്നത്. സാർ ഈ അവിടെയാണ് തിരക്കാണെന്നറിയാം. ഈ മലയാളത്തിൽ ഇന്റർവ്യൂസ് ഒക്കെ സാർ എപ്പോഴെങ്കിലും വല്ലപ്പോഴെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടോ? നോർമൽ ഏതെങ്കിലുമൊക്കെ കാണും. ഈ മലയാള സിനിമയുടെ അല്ലെങ്കിൽ മലയാളത്തിന്റെ ഇന്റർവ്യൂവിന്റെ ഒരു കൾച്ചർ മാറ്റിയ ഒരു വ്യക്തിയാണ് ധ്യാൻ ശ്രീനിവാസൻ. മലയാളത്തിൽ ഏറി കയറാത്ത ഒരാളാ പുള്ളി. അവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കുകയാണ്. വേറെ അതെ. ആരാ ഏറി കയറാത്തത്? അതെ അതെ, ബാക്കി അല്ലേ ഓൾമോസ്റ്റ് എല്ലാവരും ഇടയ്ക്കൊക്കെ ഒന്ന് പൊങ്ങിത്താന്ന് വരുന്നുണ്ട്. ടിനിച്ചേട്ടൻ ആഴ്ചയിൽ 3 ദിവസം ഇത് എയറിലാണ്. ഈ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ടോ? ധ്യാനിന്റെ ഏതെങ്കിലും ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ടോ? അതിനൊരു പാറ്റേൺ സാറിന് അറിയോ? ഞാൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ കണ്ടിട്ടുണ്ട്. അല്ല, അത് പുള്ളിയുടെ നേച്ചർ അങ്ങനെയാണ്. അത് ഭയങ്കര ഓപ്പൺ ആണ്, അതുകൊണ്ടാണ് അത് ക്ലിക്ക് ആയത്. ലൊക്കേഷനിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ എല്ലായിടത്തും തന്നെയാണ് പുള്ളിയുടെ നേച്ചർ, സ്വഭാവം അതാണ്. അത് തന്നെയാണ്. ശരി, ഭരതനാട്യം ഓടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പം ഹീറോ ആയിട്ട് നിൽക്കുകയാണ്. ആ സമയത്ത് തന്നെയായിരുന്നു ഇതിന്റെയും ഒരു ഷൂട്ടൊക്കെ വന്ന്. അതിനുശേഷമായിരുന്നു. ഈ ക്യാരക്ടർ സെലക്ട് ചെയ്യുമ്പം കുറച്ചധികം പടം ചേട്ടൻ ഹീറോ ആയിട്ട് വരുന്നുണ്ട്. ഹീറോ ആയിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നുമില്ല, അഭിനയിക്കുക എന്നുള്ളത് മാത്രമാണോ ലക്ഷ്യം? നന്നായി ചോദിച്ചത്. എനിക്ക് സപ്പോർട്ടിംഗ് റോളാണ് ഏറ്റവും താല്പര്യം. ഇത് ഞാൻ പറഞ്ഞു പക്ഷേ ഇപ്പൊ എന്താ സംഭവം വെച്ചാൽ ആൾക്കാർ വിചാരിക്കുന്നത് ഇവൻ ഹീറോ മാത്രമേ ചെയ്തുള്ളൂ, ഇവര് സമയമില്ലാതെ പറഞ്ഞിട്ട് ആരും വിളിക്കാണ്ടായി. അപ്പൊ വീണ്ടും ഞാനിപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചാൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, അതായത് സ്റ്റാർട്ടിങ് ഫ്രം എ. അതിന് വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം യു വോണ്ട് ബിലീവ് ഓസ്ലറിൽ ഞാൻ ചാൻസ് ചോദിച്ച് കയറിയതാണ്. ഇപ്പൊ ഞാൻ ദാവീദ് എന്ന് പറഞ്ഞ പടത്തില് ഒരു 1/2 ദിവസത്തെ ഷൂട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു എനിക്ക്. ഞാൻ ആസ് സൈജു ഗ്രൂപ്പായിരുന്നു അഭിനയിക്കാൻ ഇരുന്നത്. പക്ഷേ അങ്ങനെ ഞാൻ ഡയറക്ടറായിട്ട് സംസാരിച്ചപ്പം ഒരു ദിവസം ഞാൻ ഡയറക്ടറെ വിളിച്ച് എന്നാണ് ഡേറ്റ് എന്ന് ഞാൻ ഗോവിന്ദനെ വിളിച്ച് ഞാൻ ചോദിക്കുവാണ്. അപ്പോൾ ഗോവിന്ദ് എന്നോട് പറഞ്ഞ്, അപ്പോൾ ഗോവിന്ദ് കുറച്ച് ടെൻഷനിൽ. ഗോവിന്ദനോട് പറഞ്ഞ് ചേട്ടാ ഞാൻ പറയാമോ, ഞാനൊരു 5 മിനിറ്റിൽ വിളിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര തപ്പൽ. അങ്ങനെ 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദനെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ നിങ്ങളുടെ ഡേറ്റ് ഈ ദിവസമാണ്, നമുക്ക് 3 മണിക്കൂർ ഷൂട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഗോവിന്ദ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പം മറ്റന്നാൾ ഷൂട്ട് തുടങ്ങാൻ പോവുകയാണ് ദാവീദിൻ്റെ. 22-ാം തീയതി ഞാൻ വിളിക്കുന്നത്, 24-ന് ഷൂട്ട് തുടങ്ങുന്നു. അപ്പോൾ പറഞ്ഞു, ചേട്ടാ മറ്റേ ആ ക്യാരക്ടർ ചെയ്യേണ്ട ആക്ടർക്ക് ഭയങ്കര ഡേറ്റ് ക്ലാഷ്, മറ്റൊന്ന് നമ്മൾ ഷൂട്ട് തുടങ്ങണം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ ചോദിച്ചു എത്ര ദിവസമാണ് ആ ക്യാരക്ടറിന് വേണ്ടത്? ഞാൻ പറഞ്ഞൊരു 19 ദിവസം. ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അടിപൊളി, ചേട്ടൻ ഓക്കെ ആണോ? പറഞ്ഞു ഞാൻ ഓക്കെ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെ ടീമായിട്ട് സംസാരിച്ചിട്ട് എന്നെ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദിൽ എനിക്ക് ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ എനിക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഞാൻ ഓരോ സിനിമകൾ ഞാനിപ്പോൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് എല്ലാവരും എനിക്ക് തോന്നുന്നത് വിചാരിക്കുന്നത് ലീഡ് റോൾ, ഇപ്പോൾ എൻ്റെ കുറച്ച് 2-3 പടങ്ങൾ വന്നത് കാരണം ഇനിയിപ്പം അതിലേക്കായിരിക്കും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് പടം ഹീറോ ആയിട്ട് വന്നു, സെക്കൻഡ് പടം എൻ്റെ ലയണാണ്. അതിൽ ഞാൻ 3 സീനിലാണ് ഉള്ളത്. 3ാമത്തെ സീനിൽ ഞാൻ ഡെഡ് ബോഡിയാണ്. ഓക്കെ, അപ്പം എനിക്ക് അങ്ങനത്തെ ഉള്ള ഒരു സംഭവമില്ല. അതായത് നമ്മൾ ലീഡ് റോൾ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ വൺ ഓഫ് ദ ലീഡ് ചെയ്യണം, അങ്ങനത്തെ ഉള്ള ഒരു പ്രശ്നമില്ല. ഇപ്പം തന്നെയാണല്ലോ ഞാനിപ്പം ഒമറിൻ്റെ പടത്തിൽ ബാഡ് ബോയ്സിൽ ഞാൻ ഒരു സപ്പോർട്ടിംഗ് റോൾ ചെയ്യുന്നത്. അതെ അല്ലേ? ഇപ്പം ജീത്തു ജോസഫിൻ്റെ നുണക്കുഴിയിൽ ഞാൻ സപ്പോർട്ടിംഗ് റോളാണ് ചെയ്തത്. അപ്പം ഐ ആം ഓപ്പൺ ടു എനിത്തിങ്. അതാണ് എൻ്റെ ഒരു സംഭവം. ചോദിക്കാൻ വച്ച പോലെയാണ് ഉത്തരം വന്നത്. എല്ലാവരും തെറ്റിദ്ധാരണ മാറട്ടെ, സപ്പോർട്ടിന്റെ ആൾക്കാരെ വിളിക്കട്ടെ. പിന്നെ രമചേട്ടൻ വേറൊരു കാര്യം, ചേട്ടൻ്റെ ഫസ്റ്റ് പടം കൂടെ ഷൂട്ട് ചെയ്ത് വെല്ലിംഗ്ടണിലാണല്ലോ. വെല്ലിംഗ്ടണിൽ അന്നത്തെ കമാൻഡിങ് ഓഫീസർ എൻ്റെ വൈഫിൻ്റെ അച്ഛനായിരുന്നു, കേണൽ KPB നമ്പ്യാർ. ശരി. അപ്പം അദ്ദേഹം അതിൻ്റെ അകത്ത് ഒരു സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. അതായത് മമ്മൂട്ടി സാറിനെ കോർട്ട് മാർഷൽ ചെയ്യുന്ന ഒരു സീനുണ്ട്. അതിൻ്റെ അകത്ത് കമാൻഡിങ് ഓഫീസറായിട്ട് തന്നെ ഡാഡിയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരു ഗെറ്റ് ഔട്ട് പറയുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ഡാഡിക്ക് സിനിമ അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ഡാഡി പറഞ്ഞത്, പത്മരാജൻ എന്ന് പറഞ്ഞ സംവിധായകൻ വന്നിട്ട് എന്നെ കൺവിൻസ് ചെയ്യുന്നതാണ് പറയണത്, യു പ്ലീസ് ഡു ഇറ്റ്. അദ്ദേഹത്തിനോട് എനിക്ക് നോ പറയാൻ പറ്റിയില്ല. ആൻഡ് ഹ്യൂസ് ടു നെവർ വാച്ച് മൂവീസ്. പക്ഷേ ഇവർക്കൊക്കെ ഇഷ്ടമായിരുന്നു, പിള്ളേർക്കും എൻ്റെ മദറിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരെ കൊണ്ട് തിയേറ്ററിലാക്കിയിട്ട്, അവിടെ മിലിറ്ററി തിയേറ്റർ ഉണ്ടല്ലോ, അവിടെ കൊണ്ടാക്കിയിട്ട് ഡാഡി, അപ്പോൾ അന്ന് എൻ്റെ വൈഫ് കൊച്ചാണ്, ഡാഡി അനുവിനെയും കൊണ്ട് പാർക്കിൽ കളിക്കാൻ പോകും. എന്നിട്ട് ബാക്കി ഫാമിലിയൊക്കെ തിയേറ്ററിൽ പോയി കാണും. അല്ല, ഞാൻ പറഞ്ഞ ചേട്ടനായിട്ട് പരിചയപ്പെട്ട് ചിലപ്പോൾ കാണൂല, പക്ഷേ ചേട്ടൻ്റെ ഫസ്റ്റ് പടത്തിൽ എൻ്റെ ഫാദർ പോയി അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുക. അല്ല, മരുമോൻ ചാൻസ് വെച്ച് കിടക്കുന്നു, അമ്മായിപ്പനാണെങ്കിൽ ചാൻസ് വേണ്ടെന്ന് പറഞ്ഞു വിരോധാഭാസം. സർ, ഇപ്പം ഓരോ സിനിമ സാർ കമ്മിറ്റ് ചെയ്ത് അഭിനയിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഇപ്പം ലാലേട്ടനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു നിമിഷം ഒന്ന് സൈലന്റ് ആയി നിൽക്കുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഓരോ ഷോട്ടിന് മുമ്പ് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ആ ഒരു ദിവസം, അല്ലെങ്കിൽ സിനിമ തുടങ്ങാൻ പോകുമ്പോൾ ഒരു മനസ്സിൽ എന്നും ഓർക്കുന്ന ഒരു പിക്ചർ, അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റ്, അല്ലെങ്കിൽ എന്തായിരിക്കും സാറിൻ്റെ മനസ്സിൽ വരുന്നത്? അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഡെയിലി സിനിമ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രാർത്ഥിക്കും 5 നേരം. സോ സെറ്റിലേക്ക് വരുമ്പോഴും നിസ്കരിച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് വരുന്നത്. സോ മൈ ലൈഫ്, ഐ മീൻ ഡേ സ്റ്റാർട്ട്സ് ലൈക്ക് ദാറ്റ്.
ഓക്കെ. ഇവിടെ താമസിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ആക്ടേഴ്സിൻ്റെ അടുത്ത് നമുക്കറിയാം അവരെങ്ങനെയായിരിക്കുന്നത്. ഇപ്പോൾ സാറ് ചെന്നൈയിലാണ് സെറ്റിൽ ചെയ്തേക്കുന്നത്. നമുക്ക് അങ്ങനെ സാറിന് കയ്യിൽ കിട്ടാറില്ല. അവിടുത്തെ സിനിമകളാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പം സിനിമ ഇല്ലാത്തൊരു സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കുന്ന ഒരു സമയമാണ്, സിനിമ ഇല്ല, അന്ന് ഫ്രീ ആണെങ്കിൽ സാറിൻ്റെ ഡെയിലി റുട്ടീൻ അറിയാൻ എൻ്റെ ഫേവറേറ്റ് ടൈമാണ് സിനിമ ഇല്ലാണ്ട് വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്. മീൻസ് അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. കുട്ടികൾ അത് അതാണ് ഞങ്ങൾ വെയിലത്തിറക്കിയത്. അല്ല, കാരണം അത് പറയാൻ കാരണം വരയ്ക്കും കേട്ടോ. ആണോ? ആ നല്ല പിന്നെ ആർട്ടിസ്റ്റാണ്. ഫാമിലിയിൽ ടൈം സ്പെൻഡ് ചെയ്യും. ഞാൻ എൻ്റെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്, അത് ഞാൻ ചെയ്യും. കളികൾ, അങ്ങനെയൊക്കെയുള്ള കളി എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്, ഞാൻ സ്നൂക്കറും ബില്ലിയാർഡ്സ് എന്ന് പറഞ്ഞു അതൊക്കെ ഉണ്ട്. ആൻഡ് പിന്നെന്താ, ഫോട്ടോഗ്രാഫി ഉണ്ടല്ലേ? ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞങ്ങളുടെയൊക്കെ നല്ല നല്ല സ്റ്റില്ലുകളൊക്കെ എടുത്തു തന്നിട്ടുണ്ട്. ആണല്ലേ? സാറ് വരയ്ക്കുന്നുള്ളത്? ആ, ചിത്രകാരനാണ് സാർ. ചെറുതായിട്ട്. ഓക്കെ. ഈ എക്സിബിഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ടുണ്ടോ? ഇല്ല, ചെയ്യണം. ഞാൻ ഇത് കൂടാതെ ഞാൻ ഈ സ്നൂക്കർ എന്ന് പറഞ്ഞില്ലേ, ബില്ലിയാർഡ്സ്, ഇത് ടൂർണമെൻറ്റിനൊക്കെ പോയി. ഞാൻ തമിഴ്നാട് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ പോകും ഞാൻ. ആണല്ലേ? ഓക്കെ. ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നു തോന്നുന്നുണ്ടോ? കുറച്ചധികം സിനിമകളിലായിട്ട് ഒരു നെഗറ്റീവ് ഷെയ്ഡ് വരുന്നു, അല്ലെങ്കിൽ ഗുണ്ട ടൈപ്പ് ക്യാരക്ടർ വരുന്നു, അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാനങ്ങനെ കൊണ്ട് അധികം. അല്ലെങ്കിൽ പോലീസ്, ഈ ഒരു രണ്ട് ഇതിൽ ടൈപ്പ് ഇത് കാസ്റ്റ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആദ്യം ഒരു പോലീസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ 2-3 ഗ്യാപ്പ്, ഒരു 3-4 പടം അല്ലാതെ ചെയ്തിട്ടായിരിക്കും വീണ്ടും ഒരു പോലീസ് ചെയ്യുന്നത്. പക്ഷേ റിലീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ പോലീസ് എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അങ്ങനെ സംഭവിക്കാറുണ്ട്, അങ്ങനെ തോന്നുന്നത്. അല്ലാണ്ട് അതുകൊണ്ടാണ്. അതെ. ഞാൻ അത് പിന്നെ സാധാരണ സിനിമയിൽ എപ്പോഴും അതാണല്ലോ, ഒരു സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ അത് എല്ലാവർക്കും, അത് ഹീറോസ് ആവട്ടെ ആർക്കും ആവട്ടെ, ആ ക്യാരക്ടേഴ്സ് ബന്ധമുണ്ടേയിരിക്കും. പിന്നെ അതുപോലുള്ള കഥാപാത്രങ്ങൾ, അതിപ്പം ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആവട്ടെ, എല്ലാവരും അതൊരു, പിന്നെ ആ ജോണറും. ഇപ്പം ഓണത്തിന് ഇങ്ങനെ ഒരു ഹ്യൂമർ കോമഡി സിനിമ ഹിറ്റായി എന്ന് വെച്ചാൽ പിന്നെ അടുത്തൊക്കെ കോമഡി ആയിരിക്കും വരുന്നത്. കോമഡി, ഗ്യാങ്സ്റ്റർ കോമഡിയിലേക്ക്. പിന്നെ ഈ ഒരു ക്യാരക്ടർ ഇപ്പോൾ പോലീസ് ചെയ്തെന്ന് വെച്ചോ, വേറൊരു പോലീസ് വരും, അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അത് ചെയ്യാതെ നമുക്ക് വിടാൻ പറ്റില്ലല്ലോ. വിട്ടിട്ട് എന്തിനാ വീട്ടിലിരിക്കുന്നത്? ഒരു പ്രൊഫഷൻ മാത്രമാണ്. അതെ. ക്യാരക്ടറൈസേഷൻ വ്യത്യാസമാണല്ലോ. നമ്മൾ ഈ കൂടുതലും ഈ ഒരു ഗ്ലോറിഫൈഡ് ഇമേജ് ഉണ്ട് സിനിമയിലെ പോലീസ് ക്യാരക്ടേഴ്സിന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇപ്പം ഒരു ഡോക്ടറായിട്ട് 2-3 പടത്തിൽ അടുപ്പിച്ച് അഭിനയിച്ചാൽ നമ്മളത് എടുത്തു പറയില്ല. പക്ഷെ ഇത് കാക്കി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു എടുത്തറിയും. അതുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾ 5 പേരും ഒരുപാട് സംവിധായകരുടെ കൂട്ടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പല സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും. ഒമർക്ക എനിക്ക് പേഴ്സണലി അറിയാവുന്ന ചോദിക്കണം, ഒമർക്കയുടെ ഒരു സെറ്റിലുള്ള ഇത് ഒരു ഡിഫറൻസ് എന്താണ് ഫീൽ ചെയ്ത്? 5 പേരോടുള്ള ചോദ്യം. ഫ്രീഡം അല്ലേ? ഫ്രീഡം, പീസ്, പീസ്, സമാധാനം. മറ്റു പീസ് കറി അല്ല. പുള്ളിക്ക് സമാധാനം ഇല്ലെങ്കിലും നമുക്ക് സമാധാനം പുള്ളിക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് നമ്മളെ മേയ്ക്കുന്നതിന് പുള്ളിക്ക് ഒട്ടും പുള്ളി ഫസ്റ്റ് പടത്തിൽ എങ്ങനെയാ? ഞാൻ ഫസ്റ്റ് പടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പടത്തിൽ അങ്ങനെ തന്നെയാണ്. കൂളാണ്. പിന്നെ എന്ന് വെച്ചാൽ ഒരു ബോസി അല്ല. ചില ഡയറക്ടേഴ്സ് ഉണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ബോസി ആയിട്ട് നമ്മുടെ അടുത്ത് പറയുകയും ഓർഡർ ചെയ്യുകയും മൈക്ക്. അപ്പൊ എനിക്ക് അതിനെ തോന്നിയിട്ടുണ്ട് ഞാൻ കുറച്ച് ടെൻസ്ഡ് ആവുന്ന പോലെ. പക്ഷെ ഒമർ ഭായി ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് കൂളാക്കി എന്തും നമുക്ക് പറയാം. അങ്ങനെ ഒരാളായിട്ടാണ് എനിക്ക്. ഈഗോ ഇല്ല ഒട്ടും. ഈഗോയിസ്റ്റിക് ഡയറക്ടേഴ്സ് ഈഗോയിസ്റ്റിക് ആകുമ്പോൾ ആർട്ടിസ്റ്റിനെ അത് ബാധിക്കാറുണ്ട്. എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ ആസ് ആൻ ആർട്ടിസ്റ്റ് നിൽക്കുമ്പോൾ ഈവൻ മലയാളത്തിലെ വലിയ ഡയറക്ടേഴ്സ് ഒക്കെ പോലും ഭയങ്കര ബോസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ അവരുടെ മുന്നിൽ ഒന്ന് ചോദിക്കാനോ ഒന്നും നമുക്ക് ഒരു ഫീൽ ചെയ്യത്തില്ല. ഇറ്റ്സ് എ ഫീലിംഗ്. ഞാൻ എപ്പോഴും അങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പൊ അത് ഫീൽ ചെയ്യത്തില്ല. പക്ഷെ ഒമറിക്കയുടെ അടുത്ത് അങ്ങനല്ല. ഈ ഫീൽ ഇറ്റ്. എല്ലാവരുടെ സജഷൻസ് എല്ലാവരുടെയും സജഷൻസ് എടുക്കും, ഒക്കെ ചെയ്യും. പിന്നെ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇല്ല എന്ന് പറയില്ല. അത് വേറെ തരത്തിൽ നല്ല നമ്മളെ നോവിക്കാത്ത രീതിയിലൊക്കെ വന്ന് അത് ഇങ്ങനെ ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് മാറ്റിയെടുത്ത് പഴയയിലേക്ക് തന്നെ കൊണ്ടുവരും. അതിലേക്ക് തന്നെ കൊണ്ടുപോകും. പക്ഷെ അദ്ദേഹം കോൺഫിഡന്റ് ആണ്. പിന്നെ പുള്ളിക്ക് ഭയങ്കര ഒരു വിഷ്വൽ സെൻസ് ഞാൻ അത് മനസ്സിലാക്കുന്നുണ്ട്. നല്ല മാർക്കറ്റിംഗ് അറിയാം പുള്ളി, എല്ലാം ഭയങ്കര മാർക്കറ്റിംഗിൽ പുലിയാണ് പുള്ളി. ഇപ്പൊ ഞങ്ങൾ ചെയ്ത ഇപ്പൊ ഈ 15ാമത്തെയാണ് ഇതെങ്കിലും 13ാമത്തെയാണ് ഇപ്പൊ റിലീസിന് നിൽക്കുന്നത്. അതിലെ ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റിംഗ് ഫ്രം ദ സൈഡ് ഓഫ് എ ഡയറക്ടർ അത് ഒമറാണ്, നോ ഡൗട്ട്. ഒമറിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാം. ഹാപ്പി വെഡിങ് ഭയങ്കരമായിട്ട് ഹിറ്റായി പടം. അതിനുശേഷം ഒമർ 2ാമത്തെ പടം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ആൻമറിയ കലിപ്പിലാണെന്ന് പറഞ്ഞ സിനിമ റിലീസാവുന്നത്. അപ്പം നിരന്തരം ഒമറുമായിട്ട് എനിക്ക് കോൺടാക്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിലാണ് പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഐനോക്സിലും പോയി, ശോഭാ സിറ്റിയിൽ. അപ്പോൾ തിയേറ്റർ വിസിറ്റിന് ഞാനും സണ്ണി വേനും ഷൈൻ ടോം ചാക്കോയും മിഥുനും എല്ലാവരും കൂടെ പോവുകയാണ്. അപ്പം ഒമറിനെ വിളിച്ച് അറിയിച്ചിട്ടൊന്നുമില്ല.
പക്ഷെ ഒമർ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചേട്ടാ ഐനോക്സിൽ വരുന്നുണ്ടോ? ഞങ്ങൾ പറഞ്ഞാൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഐനോക്സിലേക്ക് വരാം, ഞാനവിടെ കാണും. എന്നിട്ട് ഒമറാണത് മൊത്തം അവിടെ നമ്മുടെ തിയേറ്റർ വിസിറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്. ഒമറിന് ഒരു ബന്ധവുമില്ല ആൻമറേ കലിപ്പിലാണെന്ന് എന്ന് പറഞ്ഞ സിനിമയായിട്ട്. അപ്പം ഒരു സ്വാർത്ഥതയില്ലാണ്ട് പുള്ളി നമുക്ക് വേണ്ടി, അതായത് ഇപ്പം എന്നെയാണ് പരിചയം, അപ്പൊ എൻ്റെ ഒരു സിനിമ, ഒരു സുഹൃത്തിന്റെ സിനിമ സപ്പോർട്ട് ചെയ്ത് വെച്ചാൽ ഒമർ പടം കണ്ടു, അപ്പൊ ഒമറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം തുടക്കത്തിൽ കുറച്ച് ആള് കുറവായിരുന്നു ഈ ആൻമറേ കലിപ്പിലാണ്. അപ്പൊ അത് വലുതായി വരണം, അതൊരു ഹിറ്റിലേക്ക് പോകണം. എന്നിട്ട് അൾട്ടിമേറ്റ്ലി പടം ഹിറ്റ് പോയി. ഓണം നമ്മുടെ ഓണ സമയത്താണ് റിലീസ്. അപ്പം ഫെസ്റ്റിവൽ ഓഫ് കോഴ്സ്, ഈ ഫെസ്റ്റിവലിന് നമുക്ക് പടം റിലീസ് തന്നെയാണ്. അല്ലാതെയുള്ള 5 പേരുടെയും പ്ലാനിങ്ങൾ എന്താണ്? ഓണം വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യാനാണോ? സാർ തിരിച്ച് ചെന്നൈയിലേക്കാണോ പോകുന്നത്? അത് ഓണം റിലീസ് ഇവിടെ തന്നെ ചെന്നൈ പോയിട്ട് തിരിച്ചൊരു ഓണത്തിൽ നമ്മളെല്ലാവരും കൂടുന്നുണ്ട്. അന്നാണല്ലോ റിലീസൊക്കെ. സോ 13-നാണല്ലോ റിലീസ്. അപ്പം ഞങ്ങളൊക്കെ മിക്കവാറും ഞങ്ങൾ റെമനിക്കോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം, പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട്, തിയേറ്റർ വിസിറ്റും. പിന്നെ നമ്മൾ UAE റിലീസ് 20-നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം UAEയിലേക്കൊന്ന് പോകാനൊക്കെയുള്ള പ്ലാൻ ഉണ്ട്. അപ്പം ഇതിന്റെ ഒരു റിസൾട്ട് അറിഞ്ഞിട്ട് സെക്കൻഡ് വീക്കിലാണ് വേൾഡ് റിലീസ് ചെയ്യുന്നത്, വേൾഡ് വൈഡ് റിലീസ്. അപ്പം അതിന് വേണ്ടി ചില പ്രൊമോഷൻസും ഉണ്ട്. അത് 19-20 പക്ഷെ അല്ല, അത് ഓണത്തിന് നമ്മളെല്ലാവരും ഉണ്ടാവും. ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും ഉണ്ടാവും. ഓണസദ്യ കഴിക്കുക ഒരുമിച്ച്, ബാഡ് ബോയ്സിന്റെ ഓരോ ഓണസദ്യ അതുണ്ടാവും. എന്തോ ചിരിച്ചു, എന്തായിരുന്നു? അല്ലല്ല, ചിരിച്ചല്ല. ഞാൻ കൗമുദിലൊരു ടിനിക്കഥകൾ എന്ന് പറഞ്ഞ ഇതില് പറയാത്തൊരു കഥ ഞാനിപ്പോ പറയാം. ഷീലുവിനെ കുറിച്ചുള്ള കഥയാണ്. കാരണം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ സിനിമ എന്ന് പറഞ്ഞൊരു മാജിക്കിനെ കുറിച്ച്, കാരണം ഷീലു ആദ്യം വരുന്നത് മംഗ്ലീ, ഈ പാഷൻ കൊണ്ട് വന്നതാണ്, കഷ്ടപ്പാട് കൊണ്ടല്ലേ. മംഗ്ലീഷില് മമ്മൂക്കയാണ് ഹീറോ. മമ്മൂക്കയുടെ റൈറ്റ് ഹാൻഡാണ് ഞാൻ, ബോസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, സലാം ബാബുവിന്റെ പടം. അപ്പൊ എന്റെ വൈഫ് ആരാന്ന് വെച്ചപ്പോൾ ഷീലു എന്ന് പറഞ്ഞൊരു ആളെന്ന് പറഞ്ഞു. അപ്പൊ എബ്രാം സാറും 2 മക്കളും ഷീലും കൂടിയാണ് ലൊക്കേഷനിൽ വന്നത്. എന്നിട്ട് അവരാക്കിയിട്ട് പോയി. അപ്പൊ അതിലൊരു ഹീറോയിൻ എന്ന് പറഞ്ഞത് ഫോറിനറാണ്, അയർലൻഡിൽ എന്തോ ഉള്ളൊരു, അല്ലല്ല ആംസ്റ്റർഡാമിലുള്ള പെൺകുട്ടിയാണ്. പുള്ളിക്കാരിനെയും ഇവരെയും വെച്ചിട്ട് മരക്കാത്തിയാണ്. ഞാൻ അതിൻ്റെ മീൻകാരനാണ്. ഈ കോംപ്ലക്ഷൻ ഭയങ്കര സെയിം ആയിട്ട് നിൽക്കുകയാണ്, വൈറ്റ് ഭയങ്കര കളറ്. അപ്പൊ എന്ത് ചെയ്യുന്ന പുള്ളിക്കാരിക്ക് അറിയില്ല. അപ്പൊ ഒന്ന് ഡയറക്ടർ പറയില്ല, ഒന്ന് ഡള്ളാക്കാൻ പറഞ്ഞിരുന്നു. പുള്ളിക്കാരിക്ക് എന്ന് പറഞ്ഞാൽ സിനിമയിൽ വരുമ്പോൾ സൗന്ദര്യമൊക്കെ ആയിട്ട് വരണമെന്നാണ് എല്ലാവരുടെ ആഗ്രഹം. അങ്ങനെയാണ് ഡള്ളാക്കി ഇങ്ങനെ മുടി, ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പൊ എന്റെ അടുത്താണ് ഈ വിഷമം പറയണത്. കാരണം വേറെ ആരെയും പരിചയമില്ല സിനിമ. എനിക്ക് ഒത്തിരി ഹരാസ്ഡായി ഞാൻ. അല്ല, ഹറാസ്മെന്റ് പറയാൻ പാടില്ല ഇപ്പൊ ഇത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് മറ്റൊന്നുമല്ല, ഇതൊരു മരക്കാത്തിയാണ്. അപ്പൊ പുള്ളിക്കാരി ചോദിച്ചു, ചെമ്മീനിലെ ശീല മരക്കാത്തിയായിട്ട് നല്ല വെളുത്താണല്ലോ ഇരിക്കുന്നത്, കറുത്തമ്മയായിട്ടും വെളുത്താണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അത് അങ്ങനെയല്ല. അപ്പൊ ഒരു ഫോറിനർ നിൽക്കുമ്പോ അതിനേലും ഇത് വന്നിട്ട് ഈ കോമ്പിനേഷൻ എടുക്കുമ്പോ ഇവിടെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും. ഞാൻ അതുകൊണ്ടാന്ന് പറഞ്ഞു. പുള്ളിക്കാരി ഈ കറുപ്പിച്ചത് മാറ്റി തിരിച്ചു വരുമ്പോ വീണ്ടും ഏറ്റവും ഫേമസ് മേക്കപ്പ് മാനാണ് ഉള്ളത്. അന്ന് ആ ഒരു അസിസ്റ്റന്റാണ് ഇത്തിരി ഹറാസ് ചെയ്തത്. ഈ ഹറാസ്മെന്റ് ആണ് കേട്ടോ, മേക്കപ്പിലുള്ള വേറൊന്നുമല്ല. ഇനി അത് ഷീലുവിന് ഹറാസ്മെന്റ് എന്ന് പറഞ്ഞു വരരുത്. അപ്പൊ ഡള്ളാക്കുന്നത് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് ഡള്ളാക്കിക്കൊണ്ടിരുന്നത്. അപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവര് സിനിമ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെന്ന് ആരും എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ മമ്മൂക്കയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, സിനിമ ഇവര് ചെയ്യാനോ? അപ്പൊ ഒരിക്കലും നമ്മൾ സ്വപ്നം പോലും കാണുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇതുകൊണ്ടാണ് ഡള്ളാക്കുന്നത്. പിന്നീട് ഞാൻ കുറെ നാളുകൾക്ക് ശേഷം നോക്കുമ്പോൾ ഷീലു ഇതുപോലെ ഹീറോയിനൊക്കെ ആയി. അപ്പൊ കൂടെ വെച്ചിരിക്കുന്ന ആള് ഷീലുവിന് പോലും അറിയോന്ന് അറിയില്ല, ഈ അറാസ് ചെയ്ത ഒരു പെണ്ണിനാണ് വെച്ചിരിക്കുന്നത്. വെച്ചിട്ട് അവര് എൻ്റെ അടുത്ത് കൺവെച്ച് ഇങ്ങനെ കാണിച്ചു. ഞാൻ പറഞ്ഞു അന്ന് ഇങ്ങനെ കാണിച്ചു, പേരെന്ന് ഞാൻ പറയല കേട്ടാ. പറഞ്ഞേ എനിക്ക് സാരി മേടിച്ചു തരും, ഭയങ്കര അസിസ്റ്റന്റ്, ഒരുപാട്. അതാണ് സ്വീറ്റ് റിവെഞ്ച് എന്ന് പറയുന്നത്. അറിഞ്ഞിട്ട് വെച്ചാണോ എന്ന് എനിക്ക് അറിയില്ല. അറിയാമോ? അറിഞ്ഞിട്ടാണോ വെച്ചത്? അല്ല, ഹാരാസ്മെന്റ് കുറയ്ക്കാൻ വേണ്ടി അറിയാണ്ട് വെച്ചാണോ? അറിയാണ്ട് വെച്ചല്ല, അറിയായിരുന്നു. അപ്പൊ അങ്ങനെ വിഷമിപ്പിച്ച ആളെ കൂടെ നിർത്തിയിട്ട് അങ്ങനെ സുഖിപ്പിക്കുക. ഒരാളുടെ പണി കളഞ്ഞപ്പോ സമാധാനമായാലും. അല്ല, പുള്ളിക്കാരി എന്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോ അന്ന് മംഗ്ലീഷില് അപ്പൊ എനിക്ക് സാരി മേടിച്ചു തരും, എനിക്ക് മറ്റേ ഗിഫ്റ്റുകൾ മേടിച്ചു തരും, വള മേടിച്ചു തരും. അപ്പൊ ഞാൻ ഓർക്കുക ഇതാണ്. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ഓർക്കാണ് സിനിമയിൽ ആരാകും എന്ന് നമുക്കറിയില്ല. ഇന്ന് 15ഓളം സിനിമകൾ ചെയ്ത് അന്ന് ചെറിയ വേഷം ചെയ്താൽ മതി. അപ്പൊ എല്ലാവരും നമ്മൾ റെസ്പെക്ട് ചെയ്യുക. സുമേഷേ, നിന്റെ ഒക്കെ ആണെങ്കിൽ പറയുന്നത് ഞാൻ. അപ്പൊ ഇപ്പൊ ഞാൻ ഒരുമിച്ച് നമ്മൾ ഇരിക്കുമ്പോ അതിനുശേഷം ഷീ ടാക്സി ചെയ്യുന്നു, പിന്നെ മമ്മൂക്കയുടെ പടം ചെയ്യുന്നു. അല്ല, അതിപ്പോ പറഞ്ഞതില്ലേ, ഇപ്പം നമ്മളൊരാള് ഒരു ഇൻഡസ്ട്രിയിൽ ഇപ്പം എന്നെ എല്ലാരും കാണുന്നത് എന്താന്ന് വെച്ചാൽ, അവര് പ്രൊഡ്യൂസറുടെ ഭാര്യയല്ലേ, അവരുടെ പൈസ ഉള്ളതുകൊണ്ട് അവര് സിനിമയിൽ വന്ന് നായികയായിട്ട് അഭിനയിക്കുന്നു. അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. ഞാൻ ഈ ഒരു ലെവലിൽ ഇപ്പൊ റഹ്മാനിക്കയുടെ കൂടെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെതായ ഒരുപാട്
എന്താ പറയുക സങ്കടങ്ങളും ആ ഒരു സിനിമയിൽ കൂടെ ഉള്ള ഒരു ജേർണി എന്ന് പറയുന്നത് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരു ലെവലിൽ എത്തണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടെ എനിക്കറിയില്ലായിരുന്നു അന്ന് സിനിമ കടന്നുപോയിട്ടുണ്ട്. പഠിക്കാൻ വന്നാണെന്ന്. ആ, പുള്ളിക്കാരി അപ്പം ഓരോന്ന് അത് ലോ ലെവലിൽ നിന്ന് പഠിച്ചു വരികയായിരുന്നു ഓരോരുത്തരുടെ പ്രശ്നം. അങ്ങനെ തന്നെയാണ് ഞാനും ഇന്നിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലാതെ ഞാൻ ഭയങ്കര സുഖിച്ചു വന്ന് പൈസ ഉള്ളത് കൊണ്ട് വന്ന് ഇങ്ങനെ ഇരിക്കുമല്ല. അത് എല്ലാവരുടെയും തെറ്റിദ്ധാരണ, അതൊക്കെ മാറ്റിക്കോ. ഞാനും ഇതുപോലെ ഒരുപാട് എന്താ പറയുക ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ സഫർ ചെയ്തിട്ടുള്ള പോലെ ഒരുപാട് ഇതിൽ കൂടെ ഒക്കെ വന്നിട്ട് തന്നെയാണ്. അതുകൊണ്ട് ആരും എന്നെ അങ്ങനെ ഒന്നും കാണണ്ട കേട്ടോ. അതുകൊണ്ട് അന്ന് ഞാൻ റെസ്പെക്ട് ചെയ്തതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കണം. അല്ലെങ്കിൽ ഞാൻ ആദ്യത്തെ പടത്തിൽ ഞാൻ കട്ട് ചെയ്തത്. ഒന്ന് റെസ്പെക്ട് ചെയ്തായിരുന്നാ? പിന്നെ തീർച്ചയായും. ഞാൻ ഡിനിയുടെ വൈഫായിട്ടാണ്. പക്ഷെ അന്ന് എനിക്ക് സിനിമ അറിയില്ല സത്യത്തിൽ. അത് എൻ്റെ തെറ്റുണ്ട്. എനിക്ക് സിനിമ അറിയില്ല. എനിക്ക് ഇതുവരെ ആരും എനിക്ക് സിനിമ പറഞ്ഞു തന്നിട്ടില്ല. ഒരൊറ്റ ഡയറക്ടേഴ്സ് പോലും എന്നെ സിനിമയിൽ ഹെൽപ്പ് ചെയ്ത്, എനിക്ക് സിനിമയിൽ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിയുടെ പേര് പോലും എനിക്ക് പറയാനേ ഇല്ല. വെരി സോറി ടു ടെൽ യു. ആരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. അല്ലെ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ പോലും ഷിലു അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യും ആരും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ തന്നെ കണ്ടു പഠിച്ച് തന്നെ ചെയ്ത് എന്നെ തന്നെ മോൾഡ് ചെയ്ത്. ഓക്കെ, ആദ്യമുള്ള സിനിമകളിലൊക്കെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. എനിക്ക് തന്നെ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് അയ്യേ ഞാൻ എന്താ ചെയ്തു വെച്ചേക്കുന്നത്, നന്നാക്കായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്കാരും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ പഠിച്ചിട്ടില്ല അഭിനയം. എനിക്ക് തന്നെയുള്ള എൻ്റെ ഇന്റേണലി ഉള്ള ഒരു സാധനമാണ് ഞാൻ എല്ലായിടത്തും ചെയ്തിട്ടുള്ളത്. പക്ഷെ ലാസ്റ്റ് ഇപ്പം സ്കിറ്റ് വരെ ജയിപ്പിച്ചു നമ്മള്. അതെ അതെ. പക്ഷെ ഇപ്പം ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടാണ് ഞാനിപ്പം. എനിക്കാരും പറഞ്ഞു തരണമെന്നില്ല. എനിക്കറിയാം എനിക്ക് എന്താണ് ചെയ്യേണ്ടത്. ഞാൻ ചെയ്യുന്നത് നല്ലതാണെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഇനി ആരും നല്ല അല്ല എന്ന് പറഞ്ഞാലും വെരി സോറി, ഞാൻ ഹാപ്പിയാണ്. അത്രേ ഉള്ളൂ. ബാഡ് അത്രേ ബോയ്സിലേക്ക് ഉള്ളൂ. ഇറങ്ങാം. അതെ, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ കുറേയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ എന്നാ പറയുക, സോഷ്യൽ മീഡിയയുടെ ഒരു ഇതും കൊണ്ട് കുറേ പേര് പൊങ്ങി വരുന്നു, കുറേ പേര് താണു പോണു. മാധ്യമങ്ങളുടെ സപ്പോർട്ട്, മറ്റുള്ളവരുടെ സപ്പോർട്ട്, സിനിമ ഇൻഡസ്ട്രിയുടെ സപ്പോർട്ട്, അതിനൊക്കെ ഞാൻ വിശ്വസിക്കണം. അല്ലാണ്ട് പിന്നെ ഉയർന്ന് നമ്മളൊരു ലെവലിൽ എത്താൻ ഒരുപാട് കഷ്ടപ്പെടണം. അത് ഞാനും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു 40 വർഷത്തെ കരിയറിനിടയിൽ ഈ സിനിമയിലെ സൗഹൃദങ്ങൾ സാറിന് ഒരുപാട് ഉയർച്ചതാഴ്ചകൾ വന്നിട്ടുണ്ട് കരിയറിൽ. അതെ. ഈ സൗഹൃദങ്ങളെ നോക്കി കാണാൻ പറഞ്ഞ എങ്ങനെയായിരിക്കും സിനിമയിലെ സൗഹൃദങ്ങൾ സാറിന്റെ? എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും അതുപോലെ തന്നെ ആയിരിക്കും. നമുക്കൊരു അപ്പ് ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവും, ചിലപ്പോൾ താഴെ ആകുമ്പോൾ ആരും ഉണ്ടാവില്ല. അത് ദാറ്റ്സ് ക്വൈറ്റ് നോർമൽ. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. കാരണം എല്ലാവർക്കും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അവരായി, അവരുടെ കുടുംബമായി, അവരുടെ പ്രാരാബ്ദങ്ങളായി നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത്. ഞാൻ ഒരിക്കലും ഒരാളുടെ അടുത്ത് നിന്ന് ഈവൻ പൈസ കൊടുത്താൽ പോലും ഞാൻ തിരിച്ച് വാങ്ങിക്കത്തില്ല. ജസ്റ്റ് ഗിവ് ഇറ്റ് ദാറ്റ്. അയാൾ കടമായിട്ടായിരിക്കും ചോദിക്കുന്നത്, പക്ഷെ ഞാൻ ഒരിക്കലും തിരിച്ച് മേടിച്ചിട്ടില്ല. കാശിന് ആവശ്യമുണ്ടായിരുന്നു. ഓ തീർച്ചയായും തരാം. ആ കൃത്യസമയത്ത് ചേട്ടൻ ഇറങ്ങിയിട്ട് ചോദിക്കാനല്ലേ അങ്ങനെയാണ് ലൈഫ്. ഞാൻ അല്ല എനിക്ക് കാശിന്റെ ആവശ്യമില്ല. അല്ലല്ല ഞാൻ അതുകൊണ്ടല്ല കാശിനെ പറ്റി പറയല്ല. ഞാൻ പൊതുവെ അക്സെപ്റ്റ് ചെയ്യില്ല. ഞാൻ മീൻസ് അക്സെപ്റ്റ് ചെയ്യും. മീൻസ് ഇതാണ് ലൈഫ് ഇങ്ങനെ. സോ ഒരുപാട് പേരും പോവും. ദാറ്റ്സ് ക്വൈറ്റ് നോർമൽ. തീർച്ചയായിട്ടും. ഈ ടിനിച്ചേട്ടനെ ഇപ്പൊ ഈ കൊടുത്ത ഏറ്റവും നന്നായിട്ട് കോസ്റ്റ്യൂം എനിക്കൊന്ന് ഫാഷൻ നോക്കുന്ന ടിനിച്ചേട്ടനാണ് തോന്നുന്നത്. ടിനിച്ചേട്ടനെ എപ്പോൾ കണ്ടാലും കോസ്റ്റ്യൂമിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഉണ്ടാവും. ഏറ്റവും വില കുറവുള്ള സാധനമായിരിക്കും. പക്ഷെ ഇത് ജിഷാദാണ്. എനിക്ക് ലാലേട്ടൻ്റെ പേഴ്സണൽ കോസ്റ്റ്യൂമറാണ് ജിഷാദ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് ചേട്ടന് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അത് കാശൊന്നും മേടിച്ചാൽ എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അപ്പോൾ എനിക്കത് പുള്ളി തന്നെ ചെയ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന ഷൂട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് കാശ് അതിൻ്റെ ചിലവ് കാശ് മാത്രമേ ഉള്ളൂ. മെയിൻ്റെനൻസ് കോസ്റ്റ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ചെയ്തു തരും. ഇത് നേരത്തെ പാന്റായിരുന്നു ഈ ജീൻസിന്റെ, അത് തിരിച്ച് ഷർട്ടാക്കും. ഇനി ഇത് തന്നെ പാന്റ്. പുറകിൽ ടി ടി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കണ്ടോ? ഈ സിപ്പ് ഇട്ടിരുന്ന് പെട്ടെന്ന് തൂറാൻ വേണ്ടിയാ? പെട്ടെന്ന് വയറുവേദന. അല്ല, പുള്ളി അത് കീറി വെച്ചേക്കുന്നു. ഞാനൊരു ഇതിട്ടുണ്ട്. ഇപ്പൊ കാറ്റുള്ള ഇതുണ്ട്, ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മുണ്ട് പോലെ കണ്ടോ? അല്ല ഇത്രേ ഉള്ളൂ. അപ്പൊ അല്ല ഒരു പ്രാവശ്യം മമ്മൂക്ക എന്നെ വിളിച്ചിട്ട് ഒരുപാട് സെൻസർ ചെയ്യേണ്ടി വരും. എനിക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ട. അല്ല അതുവരെ സിപ്പ് പോയിട്ടുണ്ടല്ലോ. പെണ്ണുങ്ങൾക്ക് ബെറ്ററാ. നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുമ്പോഴേ ഒരു 3-4 പേര് അത് തന്നെ ഇട്ടിട്ട് വരും. ഇപ്പൊ പിഷാരി, ഞാൻ ഒരു കടയിൽ ചെന്ന് വെച്ചപ്പോൾ ടിൻചേട്ടാ അർജുന അശോക മേടിച്ചിട്ടുണ്ട്, പിഷാരടി മേടിച്ചിട്ടുണ്ട്, അജു വർഗീസ് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു പരിപാടിക്ക് വന്നപ്പോൾ 3 പേര് അതേ ഡ്രസ് ഇട്ട് വന്നേക്കും. പിന്നെ അത് വേണ്ടല്ലോ, നമുക്കിത് ചെലവും കുറവാണ്, എന്നാ വ്യത്യസ്തമായിട്ട്. ഇതിലിപ്പോ സൈജു ചേട്ടന്റെ ഉണ്ട്, ഓരോരുത്തരുടെ ഡ്രസ്. അല്ല ഈ പടം കഴിഞ്ഞിട്ട് വേണം പുള്ളിക്ക് നല്ലൊരു കാശ് കൊടുത്തൊരു പാന്റ് മേടിക്കും. ഞാൻ സിബ് വെച്ചു കീറിയത്. ഇത് കഴിഞ്ഞിട്ട് സിബ് വെക്കാം. സാറിന് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ഉണ്ടോ? എങ്ങനെയാണ്? അമലാണ് എന്റെ സ്റ്റൈലിസ്റ്റ്. ആണ്. ഈ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സിംഗ് ആണോ താല്പര്യം? ഞാനിപ്പോ ഈ ഇട്ടേക്കുന്ന കണ്ടിട്ട് ചോദിച്ചാണ്. ഇത് സിമ്പിൾ ആണോ? ഇത്
അല്ല സിമ്പിളാണ്. ഈ ഇരിക്കുന്നത് ഏറ്റവും സിമ്പിൾ ഇതിനാണ് ഏറ്റവും വില കൂടുതൽ. ഇത് ലിനനാണ് മോനെ. അല്ല തുണിയുടെ അല്ല ഞാൻ പറഞ്ഞാൽ ഈ ഇരിക്കുന്ന കളറുകളിൽ ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അല്ല എനിക്ക് ഞാൻ എപ്പോഴും സിമ്പിളാണ് ഇടുന്നത്. എന്തിനാണ് ഞാൻ ഇപ്പൊ റഹ്മാൻ സാർക്ക് ഏത് ഡ്രസ് ഇട്ടാലും സ്റ്റൈലിഷ് ആയിട്ട് തോന്നും. അപ്പൊ അതിനുള്ളൊരു ആകൃതിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ചേരും. സുമേഷ് വിഷമിച്ചിട്ട് കാര്യമില്ല. ഞാൻ ബോഡി ഷേമിങ് ചെയ്യുന്നതല്ല ഞാൻ പറയണത്. ഓരോരുത്തർ അതല്ല ഞാൻ ഇത് മാത്രം കട്ടിയിട്ട് തന്നെ ബോഡി ഷേമിങ് ചെയ്യുന്നു പറയുന്നു. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ഞാൻ പറയണത് ചില ആൾക്കാർക്ക് എന്ത് ഡ്രസ് ഇട്ടാലും നന്നായിട്ട് ചെയ്തു. നമ്മളിപ്പോ മാനിക്യൂനില്ല മറ്റേ കടകളിലൊക്കെ വെക്കണത്, അത് കണ്ടിട്ട് ആ ഷർട്ട് ഇടുമ്പോ എന്റെ ഇവിടെ ഒക്കെ ചാടി എന്താണ് ഭയങ്കര ഷർട്ടായിരിക്കും. എനിക്കും തോന്നിയിട്ടുണ്ട്. ഇത് രസമാണ്. മേടിച്ച് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ ചാടി കിടക്കും. അപ്പൊ അത് ആ ആകൃതിയുടെയാണ്. അത് നമ്മുടെ കുറ്റമാണത്. മനസ്സിലായില്ലേ? എന്റെ സുമേഷിന്റെ ഒക്കെ കുറ്റമാണ്. ആകൃതി നല്ലതാണ്. ഏത് ഡ്രസ് ഇട്ടാലും ഫാഷനബിൾ ആയിട്ട് തോന്നും. അല്ല നീയൊക്കെ അങ്ങനെ തന്നെയാണ്. ഞാൻ അല്ലെങ്കിൽ പൊളിയല്ലേ? പോളിയാണ്. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായി. തിയേറ്ററിലേക്ക് പടം എത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. തൊടുന്ന എല്ലാം പൊന്നാവട്ടെ. പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.